പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ദിവ്യകാരുണ്യ ആരാധനയുടെ പരമ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. നിങ്ങൾ ഭക്ഷിച്ചാലും പാനം ചെയ്താലും എന്തു ചെയ്താലും അതെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിനെന്ന് 1 കൊറിന്തോസ് 10:31 നാം വായിക്കുന്നു. ദൈവമഹത്വത്തിനായിട്ട് സമർപ്പിതരാകുവാൻ, ദൈവമഹത്വത്തിനായിട്ട് എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുവാനായി നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാം. ഒരു നിമിഷം ഹൃദയത്തിൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവമഹത്വത്തിനായി നമുക്ക് കാഴ്ചവെക്കാം. അനന്തമഹിമയുള്ള ഈശോയെ, ഈ പുതുവർഷത്തിൻ്റെ വലിയ ആഴങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ 15 ദിവസങ്ങൾ, ഏകദേശം അരമാസം ഞങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഈ സുന്ദരമായ ദിവസത്തിൽ അങ്ങയുടെ പാവന സന്നിധിയിൽ അണയുവാൻ ഞങ്ങൾക്ക് ലഭിച്ച കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കടന്നുപോയ 2 ആഴ്ചകളിൽ അങ്ങ് ഞങ്ങളെ നയിച്ചു. ഇന്നു മുതൽ ഞങ്ങളുടെ ചെറിയ പ്രവൃത്തികൾ പോലും അങ്ങേക്ക് പ്രീതികരമായ രീതിയിൽ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം വഴി അങ്ങയുടെ നാമം എപ്പോഴും മഹത്വപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിന് എന്നും എല്ലായ്പ്പോഴും മഹത്വമുണ്ടാവട്ടെ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, മത്തായി സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി തീരുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. പ്രവൃത്തികളിലെ വിശുദ്ധിയാണ് ഒന്നാമതായി ഈ വചനത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുക. നാം ചെയ്യുന്ന ജോലികളിലോ അതോ പഠനമോ വീട്ടുജോലികളോ എന്തുമാവട്ടെ, അത് പരിഭവമില്ലാതെയും ആത്മാർത്ഥമായും ചെയ്യുമ്പോൾ അത് ദൈവത്തിന് നൽകുന്ന ആരാധനയായി മാറുകയാണ്. ഈ വർഷം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ ദൈവമഹത്വത്തിനായി ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. തമ്പുരാൻ്റെ വലിയ കൃപയ്ക്കായി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇതെല്ലാം ദൈവമഹത്വത്തിനാവട്ടെ. പരിപൂർണമായി ആര് നമ്മെ പരിഗണിച്ചെന്നോ, ആര് നമ്മുടെ ഒപ്പമുണ്ടെന്നോ, ആര് നമ്മുടെ കൂടെയുണ്ടെന്നോ എന്നുള്ളതല്ല. നാം ചെയ്യുന്ന പ്രവൃത്തി ആര് കാണുന്നുണ്ട് എന്നുള്ളതല്ല, മറിച്ച് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ദൈവമഹത്വത്തിനായിട്ട് ക്രമീകരിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏറ്റവും മനോഹരമാക്കി മാറ്റാനായിട്ട് സാധിക്കും. 2 ലോകത്തിൻ്റെ പ്രകാശമാണ്. ഭൂമിയുടെ ഉപ്പ്, ലോകത്തിൻ്റെ പ്രകാശം. നമ്മുടെ നല്ല പ്രവൃത്തികൾ കണ്ടും മനുഷ്യൻ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തണമെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഈ 16-ാം ദിനമായി ഇന്ന് നമ്മുടെ സ്വഭാവം വഴി മറ്റൊരാൾക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യണം. ലോകത്തിൻ്റെ പ്രകാശമായി മാറും എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ക്രിസ്തുവിനെ, ഞാനാകുന്നു പ്രകാശമെന്നരുളി ചെയ്ത ക്രിസ്തുവിനെ ലോകത്തിന് പങ്കുവെച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ സാമീപ്യം കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നല്ല ആത്മപരിശോധന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്താം.
അങ്ങനെ ഭൂമിയുടെ ഉപ്പായി മാറാൻ, ഉപ്പ് ഭക്ഷണത്തിന് രുചി നൽകുന്നത് പോലെ നമ്മുടെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ, ജോലി സ്ഥലത്ത്, നമ്മുടെ സൗഹൃദങ്ങളിൽ, നമ്മുടെ ഓരോ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലും സമാധാനവും സന്തോഷവും ആഹ്ലാദവും നൽകുന്നതായിരിക്കണം. അതാ ഉപ്പായി തീരുക എന്ന് പറയുന്നത്. നമ്മുടെ പഠനത്തിലും ജോലിയിലും തടസ്സങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് ദൈവത്തിൻ്റെ ജ്ഞാനവും കഴിവും ലഭിക്കണം. നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാവരെയും, നമ്മുടെ ബന്ധുക്കളെയും സൗഹൃദങ്ങളെല്ലാം, അവരെല്ലാം തങ്ങളുടെ പ്രവൃത്തികളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം നൽകുന്നവരായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ആരൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയ ഓടി വരിക പ്രാർത്ഥനയുടെ സമയത്ത് അവരെല്ലാം തമ്മിലാണ് സന്നദ്ധയെ സമർപ്പിക്കാം. പുതുവർഷത്തിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള ഞങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും എപ്പോഴും അങ്ങയുടെ കൃപയുടെ കീഴിൽ ജീവിക്കുവാനും ആ കൃപയിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു മാറാതിരിക്കുവാനും ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ. മഹത്വത്തിൻ്റെ രാജാവായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ഹൃദയവും നാവും കരങ്ങളും ഇതാ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ, ഇനി മുന്നോട്ട് ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസമാവട്ടെ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അങ്ങയുടെ നാമത്തിന് സ്തുതിയായി മാറട്ടെ. അകംഭാവം പിടിഞ്ഞ് എളിമയോടെ ഈ വർഷം മുഴുവൻ അങ്ങയോടൊപ്പം നടക്കാൻ എന്നെ സഹായിക്കണമേ. ആമേ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ സ്തുതി. നന്ദി, നന്ദി, നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഖവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.